Adibari, super. You also produced a short film which has won competition, Editor's Choice Award. കുറെ awards win ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആകാനുള്ള ഒരു തീരുമാനം എന്തായിരുന്നു? ലാസ്റ്റ് ചാൻസ് എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇറ്റ് വാസ് എ കോമ്പറ്റീഷൻ ദാറ്റ് വാസ് ഇൻ ഹെൽത്ത്. ഈ ആയുഷ് ഡിപ്പാർട്ട്മെന്റിലാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് നടന്നു. ആ സമയത്ത് ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ വന്നപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് എൻട്രീസ് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൈ കാൺ വി ഡു സംതിങ്. അപ്പം വി ഹാഡ് ഓൾ ദ ഫെസിലിറ്റീസ് ലൈക്ക് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, സോ യു കുഡ് ഡു ഇറ്റ്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കാം, ആൾക്കാരെ പിക്ക് ചെയ്തു. ദെൻ ദ സ്റ്റോറി ബോർഡ്, ഡിറക്ഷൻ, എവറിഥിങ് എന്റെ ഹസ്ബൻഡാ ചെയ്തത്, ഡോക്ടർ നിഷീൻ. സോ ഹി ഹാഡ് ഡൺ ദ ഡിറക്ഷൻ. സോ ഐ തോട്ട് ഓക്കെ പ്രൊഡ്യൂസിങ് ഇറ്റ്, ബിക്കോസ് വേറൊരാളെ പോയി ചോദിച്ച് ചെയ്തിട്ട് കാര്യമില്ല. സോ ഐ തോട്ട് ഐ വിൽ പ്രൊഡ്യൂസ് എ മൂവി ആൻഡ് ഐ ഹാവ് ജസ്റ്റ് ഡബ്ഡ് വൺ ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഇറ്റ് ആസ് വെൽ. But I was there ആദ്യമായിട്ടാണ് ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്തത് ആ ഒരു ഷോർട്ട് ഫിലിമിൽ. ആൻഡ് ഓഫ് കോഴ്സ് എഡിറ്റിംഗ് ആയാലും ഡബിങ് സമയത്താണെങ്കിലും അതിന്റെ ഡിഫിക്കൽറ്റി ഓഫ് ഫിലിം മേക്കിംഗ് മനസ്സിലാക്കിയത് ആ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയപ്പോഴാണ്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് വെരി നമുക്കൊരു ടൈം ലിമിറ്റിനകത്ത് ചെയ്ത് തീർക്കേണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് എ കോമ്പറ്റീഷൻ തിങ്. ബട്ട് വി ഗോട്ട് സെക്കൻഡ് പ്രൈസ്. ദാറ്റ് ഇസ് ഓസം, ബിക്കോസ് അത്രയും എൻട്രീസിനിടയ്ക്ക് സെക്കൻഡ് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഒരു കിട്ടാൻ. പേടിക്കണ്ട, നീ മേടിച്ച ചിക്കൻ അല്ല ഞാൻ നിന്റെ കൊച്ചിന് കൊടുത്തത്. ഒന്നും പറ്റത്തില്ല കേട്ടോ. I heard that you are a poet as well. കവിതകൾ എഴുതാറുണ്ടോ? ആക്ച്വലി അത് പറയുന്നത് people always call me like a poet. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പൊ എന്റെ അടുത്ത് ഒരു കവിത എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. I don't remember what I wrote. You know, like അതൊരു ട്രാൻസ് ആണ്. കവിത എനിക്കൊരു ട്രാൻസ് ആണ്. ലൈക്ക് ഡാൻസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഐ റിമെമ്പർ വാട്ട് ഐ ഡാൻസ്, അല്ലെങ്കിൽ ഐ ക്യാൻ റീക്രിയേറ്റ് ഇറ്റ്. കവിത എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ട് എവർ റൈമിങ്, അതാണ് എനിക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് വാട്ട് ഹാസ് gotten me into poetry. Rhyming is like rhythm to me, so it's almost like dancing എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കും മേ ബി ഐ എം ഗെറ്റിംഗ് interested in writing. കൊച്ചിലെ മുതൽ I used to write, but I never understood that I was writing a poetry. Yeah, and മൂവീസിലാണെങ്കിൽ ഒരിടത്തും ഇല്ലാത്ത ഒരിടം എന്ന് പറഞ്ഞ ഫിലിമിൽ ലീഡ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ചോദിക്കാതെ വിടാൻ പറ്റില്ല. Tell me about that movie. Actually ഒരിടത്തും ഇല്ലാത്ത ഒരിടം is not yet out. അപ്പോ അത് കൂടുതൽ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. It was directed by new director സുശാന്ത് എന്ന് പറഞ്ഞ്. And the whole cinema is ഭയങ്കര ഇമോഷണലി എന്നെ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. If you see the movie only you will understand. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓഫ് ദ മൂവി which really made me do the movie was it was a black and white movie. Life is all about blacks and whites. Anyways, Dr. Anuja, it was really nice talking to you. കുറച്ചു നേരം നമ്മളോടൊപ്പം എല്ലാ വിശേഷങ്ങളും അറിഞ്ഞതിലും, and all the very best for your new film and your new dancing videos and whatever is coming up. Ellathrum all the very best, and thank you so much. Thank you so much for having me, Cynthia. It was a wonderful talk, a wonderful evening for me as well. എനിക്ക് തോന്നുന്നു കപ്പ ടിവിയുടെ എല്ലാ പേർക്കും എല്ലാവിധ വിശ്വസും ഞാൻ നേരുകയാണ്. I think thank you. Like this would be the best interview I ever had till now. So thank you so much for making me so comfortable. Thank you so much. Pleasure. Thanks a lot.